ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഒരിക്കൽ കൂടി സ്വാഗതം. +1 ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നു. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളും കിട്ടാത്ത കുട്ടികളും ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം +1 റിലേറ്റഡായ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് നിങ്ങൾ ഇതിനോടകം നോക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 വിഭാഗം വിദ്യാർത്ഥികളായിരിക്കും റിസൾട്ടിന് ശേഷം ഉണ്ടാവുക. അതിലൊന്ന് ആഗ്രഹിച്ച സ്കൂളിലും കോഴ്സിലും അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ. 2 അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അത് ആഗ്രഹിച്ച സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ അല്ല. കാരണം നമ്മൾ ആദ്യം വെച്ച ഓപ്ഷൻസൊക്കെ അവിടെ തന്നെയുണ്ട്, അവിടെ ഒന്നും കിട്ടിയില്ല, താഴെയുള്ള ചില ഓപ്ഷൻസിലാണ് കിട്ടിയത്. അങ്ങനെയുള്ള കുട്ടികൾ രണ്ടാമത്തെ വിഭാഗം. 3 ഒരിടത്തും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ. അതിലാദ്യത്തെ വിഭാഗം ആഗ്രഹിച്ച സ്കൂളിലും കോഴ്സിലും അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ. അതായത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ എന്താ പറയുക ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെ കിട്ടി. അവർക്ക് ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ തന്നെ പോകാനാണ് താല്പര്യമെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നേരെ 15, 16, 17 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ആ സ്കൂളിൽ പോവുക, എല്ലാ സർട്ടിഫിക്കറ്റും നൽകുക, പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളാണ് കിട്ടിയത് എങ്കിൽ പിന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തേ പറ്റൂ. രണ്ടാമത്തെ ഓപ്ഷനിലോ മൂന്നാമത്തെ ഓപ്ഷനിലാണെങ്കിൽ ടെമ്പററി എടുക്കാനുള്ള അവസരമൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂള് തന്നെയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. ഓക്കെ. 2, ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, എന്നാൽ അത് ആഗ്രഹിച്ച സ്കൂളോ കോഴ്സോ അല്ല, അതിന് മുകളിലേക്ക് വെച്ചിട്ടുള്ള മറ്റ് ഓപ്ഷൻസും കോഴ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആശ്വാസമുണ്ടാവും, ഒരു സ്കൂളിൽ കിട്ടിയല്ലോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ സങ്കടമുണ്ടാവും, ആഗ്രഹിച്ചതുപോലെ കിട്ടിയില്ലല്ലോ എന്ന്. അവർ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ അലോട്ട്മെൻറ്റുകൾ ഇനിയുമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൽ പോയി നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷൻ എടുക്കണം. പല കുട്ടികളും ആഗ്രഹിക്കാത്ത സ്കൂൾ ആയതുകൊണ്ട് അല്ലെ കോഴ്സ് ആയതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പോകാതൊക്കെ ഇരിക്കും. ഒരിക്കലും അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പുറത്തായി പോകും. നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ പോയി നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണം, താൽക്കാലിക അഡ്മിഷൻ എടുക്കണം. പെർമനൻറ്റ് എടുക്കരുത്, ടെമ്പററി. താൽക്കാലിക അഡ്മിഷൻ എടുത്താലുള്ള ഗുണം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതിന് മുകളിലേക്കുള്ള സ്കൂളുകളിൽ നിങ്ങളെ വീണ്ടും പരിഗണിക്കും. ആ സ്കൂളുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കും. അതല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലും ഇതേപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൽ അഡ്മിഷൻ തരാൻ സാധിക്കുമോ എന്ന് നോക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂളാണോ നിങ്ങൾക്ക് വരുന്നത് ആ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോയി ജോയിൻ ചെയ്യണം. നിർബന്ധമായിട്ടും അവിടെ പോയി ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾ മുകളിലേക്ക് സ്കൂളിലേക്ക് കിട്ടും, അവിടെ പോയി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെൻറ്റിലൊന്നും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ എവിടെയാണോ എടുത്തത് അവിടെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ പെർമനൻ്റ് ആക്കുകയും ചെയ്യാം. ആ സ്കൂളിൽ നിന്ന് നഷ്ടപ്പെടില്ല. അതിന് മുകളിലേക്ക് സ്കൂൾ കിട്ടിയാൽ അവിടെ പോവുകയും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ കാത്തിരിക്കുക, ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം. മൂന്നാമത്തെ വിഭാഗമായിരിക്കും ഏറ്റവും നിരാശയിലുള്ളത്. അവർക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. അവർ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലും അവർക്ക് പ്രതീക്ഷിച്ച സ്കൂളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ 1, 2 വിഭാഗം കുട്ടികളോട് പറഞ്ഞ അതേ കാര്യങ്ങൾ നിങ്ങളോടുമുള്ളത്. നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റുകൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ സ്കൂളുകൾ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സ്കൂൾ തന്നെ കിട്ടുകയും ചെയ്യും. നിങ്ങൾ അവർക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അലോട്ട്മെൻറ്റ് ശേഷം എഡിറ്റ് ചെയ്ത പോലത്തെ ഒരു അവസരമൊന്നും ഇത്തവണ ഇല്ല. നിങ്ങൾക്കിടെ മുമ്പിലുള്ള ഒരു വഴി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അലോട്ട്മെൻറ്റിൽ കാത്തിരിക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂൾ ഏതാണ് എന്നൊക്കെ. റാങ്ക് നോക്കിയാൽ മതി. ലാസ്റ്റ് റാങ്ക് നോക്കുക. ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം. അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ ആ വ്യത്യാസമൊക്കെ വീണ്ടും കുറയാനാണ് സാധ്യത. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതാണ് ഈ 3 വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ചെയ്യേണ്ടത്. ഓക്കെ.